പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും സ്വാഗതം. നാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ദിവസങ്ങളായി ഭഗവത്ഗീത വ്യാഖ്യാനവും നാരായണീയ വ്യാഖ്യാനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ധാരാളം പ്രേക്ഷകർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ ഒക്കെ തന്നെ ഭഗവത്ഗീതയും നാരായണീയവും മലയാളത്തിൽ വ്യാഖ്യാനിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എന്നോട് മുന്നിൽ വെച്ചു. അതിനാൽ സരളമായ രീതിയിൽ, എനിക്ക് കഴിയുന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ചെയ്യാമെന്ന ഉത്തമ പ്രതീക്ഷയോടുകൂടി ഞാൻ മേൽപ്പറഞ്ഞ കൃതികളുടെ വ്യാഖ്യാനം ഇന്നു മുതൽ മലയാള ഭാഷയിലും ആരംഭിക്കുകയാണ്. അതിനുശേഷം സംസ്കൃതത്തിലും മലയാളത്തിലും ലഭിക്കുന്ന രീതിയിലും വ്യാഖ്യാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്നിലുള്ള ആ ഗീതയുടെയും നാരായണീയത്തിൻ്റെയും അറിവ്, എനിക്ക് ആ അറിവ് ലഭിച്ചത് എൻ്റെ പിതാവിൽ നിന്നാണ്. പലപ്പോഴും അക്ഷരശ്ലോക സദസ്സിൽ ചൊല്ലുമ്പോൾ നാരായണീയം എന്നെ വളരെയധികം സഹായിക്കാറുണ്ടായിരുന്നു. നാരായണത്തിലെ 400-ൽ പരം ശ്ലോകങ്ങൾ എനിക്ക് ഹൃദിസ്ഥമാണ്. അപ്രകാരം ഭഗവത്ഗീതയിലെയും ധാരാളം ശ്ലോകങ്ങൾ സുഭാഷിതമായി ഞാൻ അച്ഛനിൽ നിന്നും കേട്ടിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ ഞാൻ ധന്യനായി. ജ്ഞാനായ ദാനായ രക്ഷണായ, വിദ്യയുടെ മഹത്വത്തിൽ പറഞ്ഞിരിക്കുന്നു. വിദ്യ എന്തിനാണ്? ജ്ഞാനായ, അറിവിനായിക്കൊണ്ടുള്ളതാണ്. ധനം ദാനത്തിനാണ്, ശക്തി രക്ഷിക്കുവാനാണ്. അതിനാൽ എന്നിലുള്ള ഈ ഗ്രന്ഥങ്ങളിലെ പരിമിതമായ ജ്ഞാനം എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു പ്രാപ്തി, എന്നുള്ള ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നു എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ ഭഗവത്ഗീതയുടെ പഠനം ആരംഭിക്കുന്നത്. ഭഗവത്ഗീത നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഭഗവാനാൽ ഗീതം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഗാനം ചെയ്യപ്പെട്ടതാകുന്നു ഭഗവത്ഗീത. വ്യാസമഹാഭാരതത്തിലെ 18-ാം അധ്യായമാകുന്നു ഭഗവത്ഗീത. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങൾ ചേർന്നതാണ് ഭഗവത്ഗീത. ആ വിഷയങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഭാരത യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ, യുദ്ധഭൂമിയിൽ യുദ്ധോത്സുകരായി നിൽക്കുന്ന കൗരവർക്കും പാണ്ഡവർക്കുമിടയിൽ തൻ്റെ രഥത്തെ നയിക്കാൻ വേണ്ടി, കൗരവപക്ഷത്തിലുള്ള രഥത്തെ നയിക്കാൻ വേണ്ടി ആ രഥത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന അർജുനന് വീണ്ടും വിചാരമുണ്ടാകുന്നു, ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്? സ്വന്തം സഹോദരങ്ങളാണ്, സ്വന്തം ഗുരുനാഥന്മാരോടാണ്, സഹോദരങ്ങളോടാണ്. ഈ ഒരു ചിന്ത കാരണം ഇതികർത്തവ്യത മൂഢനായി നിൽക്കുന്ന അർജുനനെ കർമ്മനിരതനാക്കാനും യുദ്ധസന്നദ്ധനുമാക്കാനാണ് ഇവിടെ കൃഷ്ണൻ ശ്രമിച്ചത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഭഗവത്ഗീത രൂപം കൊണ്ടത്. ആ 18 അധ്യായങ്ങളിലും വളരെ വിശേഷപ്പെട്ട് ജ്ഞാനവും ഭക്തിയും കർമ്മവും എല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനായി നൽകിയിട്ടുള്ളത്. ഇതാകുന്നു ഗീതയുടെ സാരാംശം. ഈ സാരാംശത്തെ, അർജുനൻ കൊടുത്ത ഉപദേശത്തെ എങ്ങനെ വ്യക്തി ജീവിതത്തിൽ വ്യക്തികൾക്ക് അനുഭവവേദ്യമാക്കാം എന്ന പഠനമാണ് ഗീത ഭാഷ്യകാരന്മാരൊക്കെ തന്നെ നിർവഹിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തവും, രാമാനുജർ വിശിഷ്ടാദ്വൈതവും, മധ്വാചാര്യർ ദ്വൈത സിദ്ധാന്തവും ഭഗവത്ഗീതയിൽ ദർശിച്ചിട്ടുണ്ട്. ബാലഗംഗാധര തിലകൻ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനത്തിൽ കർമാധ്യായത്തെപ്പറ്റി വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. ഇപ്രകാരം വിവേകാനന്ദനും അരവിന്ദ മഹർഷിയും ആചാര്യ വിനോഭാവയും ഇതേ അഭിപ്രായം തന്നെയാണ് ഭഗവത്ഗീതയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ദിനം മുതൽ ഭഗവത്ഗീതയിലെ ഓരോ അധ്യായവും അതിലെ ഓരോ ശ്ലോകങ്ങളുമായി എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതൊരു സഹായകരമായി ഭവിക്കുകയാണെങ്കിൽ ഞാൻ ധന്യനായി. നന്ദി, നമസ്കാരം.